ഹായ്, ഹലോ, വെൽക്കം ടു അയാം. അപ്പോൾ നമ്മളിന്ന് ബസൂക്ക കണ്ടിട്ട് ഇപ്പോൾ വന്നുള്ളൂ. രാത്രിത്തെ ഷോയാണ് കണ്ടത്. എട്ടരക്കത്തെ ഷോ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ബസൂക്ക? ഇപ്പോ പെട്ടെന്ന് പറയാൻ പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയിട്ട് എന്റെ മനസ്സിൽ തോന്നിയത് ശ്രീനിവാസൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. പതിവ് പോലെ ഞാൻ അടിപൊളിയായിരുന്നു, പക്ഷെ സിനിമ പൊട്ടും. ആ ഒരു രീതിയാണ് എന്റെ മനസ്സിൽ തന്നത്. എനിക്കൊരു ഒരു ആവറേജ് ബിലോ ആവറേജ് അനുഭവം വരുന്നു പടം ടോട്ടലി നോക്കി കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു കൂടുതൽ എക്സ്പെക്ടേഷൻ വെച്ച് പോയാണ്ടാന്ന് തോന്നുന്നത്. ഇല്ല, എനിക്ക് ഒട്ടും ഉണ്ടായില്ല എക്സ്പെക്ടേഷൻ. ട്രെയിലർ കണ്ടിട്ടാണ് ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. ട്രെയിലർ കണ്ടിട്ട് പോലും, പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഒരു വിചാരിച്ച ഒരു സാധനം കിട്ടിയില്ല, പടത്തിന് കിട്ടിയില്ല. സംഭവം വെച്ചിട്ട് ഭയങ്കര ലാഗ്, പിന്നെ ഒരാവശ്യമില്ലാണ്ട് ഭയങ്കര സ്ലോ മോഷൻ. ആ സ്ലോ മോഷൻ എടുത്ത് മാറ്റിയാൽ തന്നെ സിനിമ ഒന്ന് പകുതിയുള്ളൂ. പക്ഷെ എന്ത് പറയാനാണ്, ഇത് ബസൂക്ക എന്നുള്ളത് എനിക്ക് ആ വണ്ടിയിൽ ബസ്സിലിരുന്നിട്ട് ഉള്ള സിനിമ ആയതുകൊണ്ടാണ് ബസൂക്ക എന്ന് പേരിട്ടാവും. കണ്ടിട്ട് സങ്കടവും വരുന്നു. ഒന്നുമില്ല, നമ്മുടെ സമയവും പോയി, പൈസയും പോയി. ശരിക്കും പറഞ്ഞാല് വേറെ ഒന്നുമില്ല. പിന്നെന്താ ഇവൻ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ പോർഷൻസ്, അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കാണാം. മമ്മൂട്ടിയുടെ ആ ഒരു ക്യാരക്ടർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും എന്നല്ലാതെ കഥപരമായിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് ആണെങ്കിലും ശരി, ആർക്കും ഒന്നും ചെയ്യാനില്ലാത്ത വെറുതെ ഒരു സിനിമ. അത്രേ ഉള്ളൂ, എനിക്ക് അതേ പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇതിപ്പോ എന്താ പറയാ, ഡയറക്ഷൻ മോശമാണ്, കഥ മോശമാണ്, അങ്ങനൊന്നുമല്ല. ടോട്ടലി നല്ല രീതിയിൽ പടം നല്ല ഫോളാണ്. കാരണം ഒന്നുമില്ല പടത്തിൽ ഒന്നിനെ കുറിച്ചും. അതായത് ഇപ്പൊ ഇന്ന സീൻ ഒന്നും പറയാനില്ല. മൊത്തം ഫ്ലാറ്റ് ആയിട്ടാണ് പടം പോകുന്നത്. തുടങ്ങുന്ന പോലെ അവസാനം വരെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇടക്കും നിലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ പൊങ്ങിത്താന്ന് ഇരിക്കാന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒന്നും പടത്തിലില്ല. നിനക്ക് എങ്ങനെയായിരുന്നു? ഇപ്പൊ എന്റെ ഒരു സിനിമ കണ്ടു തുടങ്ങിയപ്പോ എനിക്ക് മറ്റേ നമ്മളെ പോലീസ് സ്റ്റോറി പോലെയൊക്കെ പോകുമെന്ന് വിചാരിച്ചു. അത്രയൊക്കെ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. പോലീസ് ജാക്കി ജാന്റെ പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ക്ലാസിക്കൽ സ്റ്റോറിയാണ്. എന്ന് വെച്ചാൽ ഇതേ സെയിം സ്റ്റോറി, ഒരു ബേസിക് ഇതുപോലെ തന്നെ ഗെയിമേഴ്സിന്റെ ആയിട്ടൊരു ഫ്രസ്ട്രേഷനുള്ള അവര് ഈ ഗെയിം വെച്ചിട്ട് റോബറി നടത്തുന്നതുമായിട്ടുള്ള കാര്യം. അത് പോലീസുകാർക്ക് ഓരോ ക്ലൂ കൊടുത്തിട്ടാണ്. അതിലും സിനിമ തന്നെ ഉള്ളൂ. ഓരോ ക്ലൂ റോബ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓരോ ക്ലൂ കൊടുത്തിട്ട് ഇവര് അവിടെ പോയിട്ട് റോബറി ചെയ്യും. അത് തന്നെയാണ് അത്. പക്ഷെ അതും ഇതും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ്. സോ ഇത്രേ ഉള്ളൂ, ഞങ്ങളുടെ റിവ്യൂ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ല, ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് എന്ന് ഞാൻ പറയാൻ കാരണം മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആവറേജ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ബിലോ ആവറേജ്, അതിനും താഴെ വല്ല ഗ്രേഡ് ഉണ്ടെങ്കിൽ അതേ കൊടുക്കുള്ളൂ. കാരണം ഒന്നുമില്ല പടത്തിൽ, ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് പോയാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും പടത്തിൽ. കാരണം പടം തുടങ്ങുന്ന ഒരു 5 മിനിറ്റ് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവം, എന്തൊക്കെയാണ് കഥ, ഏതാണ് ക്യാരക്ടേഴ്സ് എന്നുള്ളതൊക്കെ. അതൊക്കെ തന്നെ സംഭവിക്കുന്നുള്ളൂ. ഒരു വര അങ്ങാടെ ഇങ്ങടെ പോവാതെ കറക്റ്റ് അത് തന്നെ സംഭവിച്ചേക്കണം. വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. നിനക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ വേഗം പറഞ്ഞ് നമുക്ക് ഔട്ടർ കൊടുക്കാം. അപ്പോ എനിക്കെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ കുറെ സിനിമ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ. വെച്ചാൽ മമ്മൂട്ടീനെ ഗ്ലാമറിൽ കാണിപ്പിച്ചിട്ട് നമ്മളിരുത്തിയ ആ ഒരു ഇത് തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മളെ പറ്റിച്ച ഒരു ഇത് അത് തന്നെ. ഇത് സിനിമ മൊത്തം മമ്മൂട്ടിനെ കാണാൻ വേണ്ടി ഇരിക്കാം. അവിടെ നിങ്ങൾക്ക് കാശ് എങ്ങനെ മുതലായോ മമ്മൂട്ടിനെ കണ്ട് മുതലാക്കാം. അല്ലാതെ വേറെ സങ്കടം പറഞ്ഞ സത്യം പറഞ്ഞാൽ കാശ് പോയ ചെറിയ നഷ്ടമുണ്ട്. സമയവും പോയ കുറച്ച് വിഷമം ഉണ്ടായിരിക്കും. കാശ് നമുക്ക് കുഴപ്പമില്ല, സമയം പക്ഷെ പോയതാണ്, നമുക്ക് തിരിച്ച് കിട്ടൂല. സോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.